നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. കാര്യമായ പ്രഖ്യാപനങ്ങളോ നികുതി നിർദ്ദേശങ്ങളോ ഇല്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് 2047 വികസിത ഭാരതം എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. ആദായ നികുതി ഘടനയിൽ ഒരു മാറ്റവും ബജറ്റിൽ വരുത്തിയിട്ടില്ല. പുതിയ നികുതി നിർദ്ദേശമൊന്നും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുമില്ല. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് 58 മിനിറ്റിൽ നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചു. ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസവും ധനമന്ത്രി പ്രകടിപ്പിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. Honorable Speaker, I present the interim budget for 24-25. ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കാൻ കേവലം 58 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് വേണ്ടി വന്നത്. ഗവൺമെന്റിന്റെ മൂലധന ചെലവ് GDP-യുടെ 3.4%മായ 11.1 ലക്ഷം കോടിയായി ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മൊത്തം 14.1 ലക്ഷം കോടി രൂപയുടെ കടം സർക്കാർ എടുക്കും. ഈ വർഷം ധനക്കമ്മി GDP-യുടെ 5.9 ലക്ഷ്യമിട്ടതെങ്കിൽ 5.8 പിടിച്ചു നിർത്തി. ഇത് അടുത്ത വർഷം 5.1 2025-26 4.5 കുറയും. 2047 വികസിത ഭാരതമാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകി. ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ രാജ്യത്തില്ലെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. The worries about food have been eliminated through free ration for 80 crore people. Minimum support prices for the produce of Annadata are periodically increased appropriately. These and the provision of basic necessities have enhanced real income in the rural areas. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ അനുവദിക്കും. വീടുകളിലെ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കും. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇനി എല്ലാ ആശാപ്രവർത്തകർക്കും എല്ലാ അംഗൻവാടി ജീവനക്കാർക്കും അർഹത. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾ സ്ഥാപിക്കും. MSMEകളുടെ വളർച്ചയ്ക്കും ആഗോളതലത്തിൽ വിപണി പിടിക്കാനും പുതിയ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ. ക്ഷീരകർഷകർക്ക് ക്ഷേമ പദ്ധതി, മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും. ഇങ്ങനെ നീളുന്നു ഇടക്കാല ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഈ സർക്കാരിനുള്ളത് ചുരുങ്ങിയ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ആ കാര്യം എത്ര ഫലപ്രദമായി നിർവഹിക്കുന്നു എന്നതാകും ഈ ബഡ്ജറ്റിന്റെ രാഷ്ട്രീയ വിജയം. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2744 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരി പാതയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് കേരളത്തോടാണ് ചോദിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അങ്കമാലി മുതൽ അഴുത വരെയുള്ള ശബരിപാതയ്ക്ക് 100 കോടി രൂപ മാറ്റിവെച്ചതോടെ സ്ഥലമേറ്റെടുക്കൽ, പാലം നിർമ്മാണം, ട്രാക്ക് നിർമ്മാണം എന്നിവ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാമെന്നും പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാമെന്നും റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളം ഇപ്പോൾ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു. You have to ask the state government. കേന്ദ്രത്തിന് കേരളത്തോട് രാഷ്ട്രീയ വിവേചനം ഇല്ലെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 100% വൈദ്യുതീകരണം നടപ്പാക്കി. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് UPA കാലത്തുള്ളതിനേക്കാൾ 7 മടങ്ങ് അധിക വിഹിതം ഇപ്പോൾ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി. സിൽവർ ലൈന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ച വാദങ്ങൾ സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാൻ തള്ളി. പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ, കാഞ്ഞങ്ങാട് റെയിൽവേ ലൈൻ, മൈസൂർ റെയിൽവേ ലൈൻ, നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ ലൈൻ, ഇതിനൊക്കെ തന്നെ കേരളം തന്നെയല്ലേ മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും എലക്ഷൻ വരുന്നതിന് മുമ്പ് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പറയുന്നത് റെയിൽവേ വകുപ്പ് വന്ന് നിർത്തണം. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കേരളത്തിന് നേരിയ ആശ്വാസമാണ്. എന്നാൽ എയിംസ് അടക്കം നിരന്തരമായി ഉന്നയിച്ച പല ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല. കേരളത്തിലെ കാർഷിക തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. ഇടക്കാല ബജറ്റായതുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതെന്നാണ് BJPയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24.
അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുന്ന BJPയുടെ നയം കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിലും പ്രതിഫലിച്ചു. പുതിയ പദ്ധതികളില്ലെങ്കിലും സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ എണ്ണി പറയാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറന്നില്ല. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് പരിഗണന നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. സ്ത്രീക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ധനമന്ത്രി ഓർമ്മിപ്പിച്ചു. 10 വർഷത്തിനിടെ 30 കോടി സ്ത്രീകൾക്ക് മുദ്രാ യോജന വായ്പകൾ അനുവദിച്ചു. നിയമനിർമ്മാണ സഭകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും വനിതകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയെന്ന് നിർമ്മല സീതാരാമൻ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം. മാതൃശിശു ആരോഗ്യ പരിപാലനത്തിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സമന്വയത്തിനായി സമഗ്ര പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുമെന്നും 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കായി ഗർഭാശയ ക്യാൻസർ വാക്സിനുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. Cervical cancer vaccination. Our government will encourage vaccination for girls in the age group of 9 to 14 years for prevention of cervical cancer. കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തിയെന്ന് അവകാശപ്പെട്ട നിർമ്മല സീതാരാമൻ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. A comprehensive program for supporting dairy farmers will be formulated. Efforts are already on to control foot and mouth disease. India is the world's largest milk producer, but with low productivity of milch animals. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയ്ക്ക് കീഴിൽ എല്ലാ വർഷവും നാമമാത്ര കർഷകരും ചെറുകിട കർഷകരും ഉൾപ്പെടെ 11.8 കോടി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നുവെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്ത്രീകളും കർഷകരും ചേർന്നാൽ രാജ്യത്തെ വോട്ടർമാരുടെ 50% മുകളിൽ വരും. ഇത് മനസ്സിൽ കണ്ടു തന്നെ ഇരുവിഭാഗത്തിന്റെയും വോട്ട് ഉറപ്പാക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. പ്രതിരോധം തീർത്ത് പാർട്ടി നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിൽ പ്രതിരോധം തീർത്ത് CPIM. അന്വേഷണം കോടതി വിധിക്കെതിരാണെന്ന വാദവുമായി കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. തമാശ അവസാനിപ്പിച്ച് അന്വേഷണവുമായി സഹകരിക്കണമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. CBIയേക്കാൾ വലിയ ഏജൻസിയൊന്നുമല്ലല്ലോ അന്വേഷിക്കുന്നത് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം SFIO ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തെ രാഷ്ട്രീയ ആയുധമെന്ന് മാത്രം പറഞ്ഞ് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ CPIMന് കഴിയില്ല. കമ്പനിക്കെതിരായ ROC റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കേസ് SFIO ഏറ്റെടുത്തതിലെ പ്രധാന കാരണം. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കോടതിയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് അന്വേഷണം നടത്തുകയെന്ന ചോദ്യവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു 6-അംഗ ടീമിനെ വെച്ച് അത് 8 മാസം കാലാവധി കൊടുക്കുക? എന്നാൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. SFIO അന്വേഷണം കേന്ദ്രവേട്ട എന്നത് കണ്ണൂരിലെ സഖാക്കൾ പോലും വിശ്വസിക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ CPMകാർ പോലും ഇനി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത്തരം കോമഡികൾ ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആവശ്യമായിരുന്നു SFIOയുടെ അന്വേഷണം. ഷോൺ ജോർജിന്റെ പിതാവ് PC ജോർജ് BJPയിലെത്തിയ അതേ ദിവസമാണ് SFIO അന്വേഷണം ഏറ്റെടുത്തത് എന്നതും ശ്രദ്ധേയം. രേഖകൾ സംസാരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നുമായിരുന്നു ഷോൺ ജോർജിന്റെ ആദ്യ പ്രതികരണം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിൽ വരും. 24, തിരുവനന്തപുരം. SHOയ്ക്ക് സസ്പെൻഷൻ.
വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി. വിചാരണ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ കോടതി വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയില്ലെന്ന് വിമർശനം. വിധി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കി? ഫ്രം ദ ഡേ 1 ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട്, വാതിൽ തുറന്നിടക്കുകയായിരുന്നു. ഈ പ്രതിയെ കൃത്യമായ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നെയാണ് ഈ ജനൽ അടച്ചെന്നുള്ള കൃത്യമായ വിവരം കിട്ടുമായിരുന്നു. സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്, ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. കട്ടപ്പന പോക്സോ കോടതി വിമർശിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് എറണാകുളം റൂറൽ ASPയെ ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം. ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾ. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഭരണപ്രതിസന്ധി തുടരുന്ന ജാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങൾ. JMMന്റെയും കോൺഗ്രസിന്റെയും MLAമാരെ റിസോർട്ടിലേക്ക് മാറ്റും. പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറനെ നിയമിക്കുന്നതിൽ ഗവർണറുടെ തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഖനന അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറനെ റാഞ്ചിലെ പ്രത്യേക കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഹേമന്ത് സോറന്റെ അറസ്റ്റിന് പിന്നാലെ BJP ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഗവർണർ CP രാധാകൃഷ്ണൻ ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് JMM ആരോപിക്കുന്നത്. ഹേമന്ത് സോറൻ രാജിവെച്ചതിന് പിന്നാലെ തന്നെ JMM MLAമാർ യോഗം ചേർന്ന് മുതിർന്ന നേതാവ് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഗവർണർ ഇതിന് ഇനിയും അനുമതി നൽകിയിട്ടില്ല. ചമ്പൈ സോറൻ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് MLAമാരുടെ പിന്തുണ അവകാശപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് MLAമാരെ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയത്. ഖനന അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറനെ ഒരു ദിവസത്തേക്കാണ് റാഞ്ചിയിലെ പ്രത്യേക കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ED നടപടിക്കെതിരെ ഹേമന്ത് സോറൻ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. 24 ഡൽഹി. റാഞ്ചിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അച്യുതൻ പങ്കുവയ്ക്കും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, കോൺഗ്രസിന്റെയും JMMന്റെയും MLAമാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നു. ഗവർണർ എന്തുകൊണ്ടാണ് ചമ്പൈ സോറിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. BJP ഒരു അട്ടിമറിക്ക് ശ്രമിച്ചേക്കും എന്നാണോ കരുതേണ്ടത്? ഈ JMMന്റെയൊക്കെ MLAമാർ ആ ക്യാമ്പിൽ ഉറച്ചു നിൽക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാമോ? വിജയകുമാർ, ബീഹാറിന് ശേഷം മറ്റൊരു രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂടി ജാർഖണ്ഡ് വേദിയാവുകയാണ്. ഈ ഹേമന്ത് സോറിന്റെ അറസ്റ്റിന് പിന്നാലെ BJP ഭരണ MLAമാരെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായാണ് JMM ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം ഈ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് ഹേമന്ത് സോറിന് പകരം ചമ്പൈ സോറിനെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഈ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ തന്നെ ഇദ്ദേഹമാണ് അടുത്ത മുഖ്യമന്ത്രി എന്നടക്കം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സർക്കാർ രൂപീകരിക്കുവാനുള്ള ക്ഷണം ഗവർണർ ഇതുവരെയും നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഈ പൊതുവെ സംസ്ഥാനത്ത് ഉയരുന്ന അഭ്യൂഹങ്ങൾ അതിനെ ശരിവെച്ചുകൊണ്ടുള്ള JM പാർട്ടിയുടെ ആരോപണങ്ങൾ പിന്നാലെ വരുന്നത്. അതായത് BJP ഇത്തരം അട്ടിമറി സാധ്യതകൾ നടത്തുന്നതിന് സംസ്ഥാനത്തെ ഗവർണർ കൂട്ടുനിൽക്കുന്നു എന്നാണ് JM ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ MLAമാരെ JMMന്റെയും കോൺഗ്രസിന്റെയും MLAമാരെ നിലവിൽ ഈ ഹൈദരാബാദിലേക്ക് മാറ്റിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ ഊർജിതമായിട്ടുണ്ട്. BJP ലക്ഷ്യമിടുന്നത് ഈ MLAമാരെ
ഈ BJP പാളയത്തിൽ കൊണ്ടുവന്ന ഒരു ഭരണ അട്ടിമറിക്കാണെന്നുള്ളതാണ് JMMന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഹേമന്ത് സോറനെ ഈ ED കേസുമായി ബന്ധപ്പെട്ട ഹരണ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ED ഇന്ന് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നിലവിൽ ഇപ്പോൾ ഒരു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഹേമന്ത് സോറൻ ഈ ED അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജി നാളെ അടിയന്തരമായി പരിഗണിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ജാർഖണ്ഡ് നൽകിയ ഹർജി സോറൻ പിൻവലിക്കുകയുമുണ്ടായി. അപ്പോൾ അത്തരം ശരി അച്യുതൻ, എന്തായാലും ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് MLA-മാരെ ഒരു റിസോർട്ടിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. ഹൈദരാബാദിലേക്ക് അവരെ കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ചില MLA-മാർ മിസ്സിംഗ് ആണ് എന്ന വിവരം വരുന്നുണ്ട്, പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹേമന്ത് സോറൻ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് രാത്രി വൈകിയും റാഞ്ചിയിൽ നടക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോടതി ഉത്തരവിന് പിന്നാലെ ഗ്യാൻവാബിയിൽ പൂജ. ഗ്യാൻവാബി പള്ളിയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയ വാരാണസി ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ജില്ലാ കോടതിയുടെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. അതിനിടെ പള്ളി സമുച്ചയത്തിലെ അറകളിൽ ഒന്നിൽ ഹിന്ദു വിഭാഗം ആരാധന നടത്തി. പള്ളി സമുച്ചയത്തിലെ തെക്കുഭാഗത്തുള്ള വ്യാസ്ജി കാ തെഹ്ഖാന എന്ന അറ ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുക്കാനാണ് വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത്. 7 ദിവസത്തിനുള്ളിൽ പൂജയ്ക്ക് സൗകര്യമൊരുക്കണമെന്നും കോടതി അധികൃതരോട് നിർദ്ദേശിച്ചു. ഇതിനെതിരെ അടിയന്തര വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ജുമാൻ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം. ഇതേ തുടർന്നാണ് മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ജില്ലാ കോടതിയുടെ ഉത്തരവ് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ പറയുന്നു. തടസ്സ ഹർജി നൽകുമെന്ന് ഹിന്ദു വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ഹൈന്ദവ വിഭാഗം പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്തി. കാശി വിശ്വനാഥ് ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് നിയോഗിച്ച പൂജാരിയാണ് ഇന്ന് രാവിലെ പൂജ നടത്തിയത്. ന്യൂസ് ഡെസ്ക് 24. ശ്വാസം നിലച്ച നിമിഷം. വയനാട് മുത്തങ്ങ ബന്ദിപ്പൂർ ദേശീയപാതയിൽ കർണാടകയിലെ അബ്ബള്ള വളവിൽ കാറിൽ നിന്നിറങ്ങി ദൃശ്യം പകർത്തുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാർ. തലപ്പുഴ കണ്ണോത്തുമല സ്വദേശി സവാദാണ് ഈ ദൃശ്യം പകർത്തിയത്. വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് വനപാതയിൽ വാഹനത്തിൽ നിന്നിറങ്ങുന്നത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ദൃശ്യം പുറത്തുവിട്ടതെന്ന് സവാദ് 24-നോട് പറഞ്ഞു. ലോറിക്ക് വിചാരിച്ച് നടക്കും. ഖത്തറിൽ നിന്ന് അവധിക്കായി നാട്ടിലെത്തിയതായിരുന്നു സവാദ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കാഴ്ച കണ്ടത്. ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ നിന്ന് 2 പേർ ഇറങ്ങി ആനകളുടെ ദൃശ്യം പകർത്തുകയായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ഒരു പിടിയാന പൊടുന്നനെ പാഞ്ഞെത്തി. ഓടുന്നതിനിടയിൽ ഒരാൾ നിലത്ത് വീണു. രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഇവര് അവിടുന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങി കണ്ടപ്പോൾ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ആന വരികയും പിന്നെ ഇവര് ഡ്രൈവർ വണ്ടി എടുത്തു. പക്ഷേ ഈ കൂടെ ഉണ്ടായവർക്ക് വണ്ടിയിൽ കയറാൻ സാധിച്ചില്ല. ആന ഇവരെ ഓടിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ദൈവത്തിനെന്നോ ഭാഗ്യം വേദം, അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ജസ്റ്റ് തലനാരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. ആന്ധ്രാപ്രദേശ് സ്വദേശികളാണെന്ന് സംശയമുണ്ട്. വനപാതയിൽ ഇറങ്ങി ദൃശ്യങ്ങൾ പകർത്തുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് പലരും ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ വഴി ലഭ്യമാകുന്ന നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ ശേഷം വനംവകുപ്പ് കേസെടുക്കാറുമുണ്ട്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ബോധവൽക്കരണം എന്ന നിലയിലാണ് ദൃശ്യം പുറത്തുവിട്ടതെന്ന് സവാദ് വ്യക്തമാക്കി. 24 വയനാട്. വയനാട് പുൽപ്പള്ളിയിലും തൃശൂർ പാലപ്പിള്ളിയിലും വന്യജീവി ആക്രമണത്തിൽ പശുക്കിടാവുകൾ ചത്തു. പുൽപ്പള്ളിയിൽ കടുവയും പാലപ്പിള്ളിയിൽ പുലിയുമാണ് പശുക്കിടാങ്ങളെ ആക്രമിച്ചത്. വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വയനാടിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. താന്നിത്തെരുവിൽ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിന് പുറത്ത് കെട്ടിയിരുന്ന 1 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. പുലർച്ചെ 4:30യോടെയായിരുന്നു താഴെത്തടത്ത് ശോശാമയുടെ
പശുക്കിടാവിന് നേരെ കടുവയുടെ ആക്രമണം. കടുവ തൊഴുത്തിന് സമീപം എത്തുമ്പോൾ ശോശാമയുടെ മകൻ എൽദോസ് പശുവിനെ കറക്കുകയായിരുന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. 4:45 വൈഫ് പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒച്ചപ്പാട് കേട്ടാണ് ഞങ്ങളിവിടെ വന്നു നോക്കുമ്പോൾ ഇതിങ്ങനെ ചത്തു കിടക്കുന്നു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് വെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിൽ വന്യമൃഗശല്യം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവതരമായ വന്യജീവി കടന്നാക്രമണം, കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫലപ്രദമായിട്ട് നമുക്ക് ഇങ്ങനെ നേരിടാം. അതേസമയം തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പുതുക്കാട് എസ്റ്റേറ്റ് പാടിയോട് ചേർന്ന് കെട്ടിയിരുന്ന പശുക്കിടാവിനെ പുലി കടിച്ചു കൊന്നു. മാടക്കൽ മജീദിന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. 24 വയനാട്, തൃശൂർ. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ ആനയിടഞ്ഞു. രണ്ടാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ വഴുതി മാറി രക്ഷപ്പെട്ടു. ഏറെ നേരത്തിനു ശേഷം ഒന്നാം പാപ്പാൻ എത്തിയാണ് ആനയെ തളച്ചത്. വിളക്കും തറയ്ക്ക് സമീപം ഇന്ന് രാവിലെ 8:30 കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ എത്തിയതായിരുന്നു രണ്ടാം പാപ്പാൻ. ഈ സമയം ഒന്നാം പാപ്പാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. രണ്ടാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചു. ഒഴിഞ്ഞുമാറിയ പാപ്പാൻ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എന്നാൽ പാപ്പാൻ കയറിയ വീടിനു മുന്നിൽ ആന 20 മിനിറ്റ് നേരം നിലയുറപ്പിച്ചു. ഇതോടെ നാട്ടുകാർ ഉൾപ്പെടെ ഭീതിയിലായി. ഇതിനിടെ നാട്ടുകാരിൽ ഒരാൾ കുന്നംകുളത്തായിരുന്ന പാപ്പാനെ സ്ഥലത്തെത്തിച്ചു. പിന്നീടാണ് ആന ശാന്തനായത്. 24 തൃശൂർ. ആലത്തൂരിൽ അഭിഭാഷകനെ SI അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു ഹൈക്കോടതി. 1965 മുതൽ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലറുകൾ ഇറക്കിയെന്നും ഇതിൽ നിന്ന് ഉദ്യോഗസ്ഥർ എന്താണ് മനസ്സിലാക്കിയതെന്നും കോടതി ചോദിച്ചു. DGP ഓൺലൈനായി ഹാജരായി. അധികാരമുള്ള ഒരാളോട് SI ഇങ്ങനെ പെരുമാറുമോ എന്ന് കോടതി DGPയോടും ചോദിച്ചു. ഉദ്യോഗസ്ഥർക്ക് പുതിയ മാർഗനിർദ്ദേശം നൽകുമെന്ന് DGP വ്യക്തമാക്കി. ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കണമെന്നായിരുന്നു കോടതിയുടെ മറുപടി. ആരോപണ വിധേയനായ SI കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ആലപ്പുഴയിൽ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ 3 പേർ അറസ്റ്റിലായി. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ് നൈന, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി VG ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപവും ഭീഷണിയും. സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ് നൈന, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. കേസിൽ SDPI PFI പ്രവർത്തകരായ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിൽ 6 പേർക്കെതിരെയാണ് കലാപാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ജഡ്ജി ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് ചൊവ്വാഴ്ച രാത്രി മുതൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. കായംകുളം DYSP P അജയനാഥിനാണ് സുരക്ഷാ ചുമതല. ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസുകാർ 24 മണിക്കൂറും സുരക്ഷാ ചുമതലയിലുണ്ടാകും. 24 ആലപ്പുഴ. പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദം ഒടുവിൽ പോലീസിന് മുന്നിലേക്ക്. CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് ചീരാങ്കുഴി പരാതി നൽകി. കാണാതായ തന്റെ എയർപോർട്ട് ബിനു പുളിക്കക്കണ്ടത്തിന്റെ കൈവശമുണ്ടെന്നാണ് ജോസ് ചീരാങ്കുഴിയുടെ ആരോപണം. മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. 35,000 രൂപ വില വരുന്ന എയർപോർട്ട് കാണാതായെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാൻകുഴി കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത്. എയർപോർട്ട് എടുത്തയാൾ മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും തിരിച്ചു കിട്ടിയില്ല. ഇതോടെ കൗൺസിലർമാരെല്ലാം സംശയത്തിന്റെ നിഴലിലായി. ഒടുവിൽ താൻ സംശയിക്കുന്ന ആളുടെ പേര് വെളിപ്പെടുത്തി ജോസ് ചീരാൻകുഴിയുടെ പരാതി. ബിനു പുളിക്കക്കണ്ടത്തിന്റെ കൈവശം എയർപോർട്ട് ഉള്ളതായി ഡിവൈസ് ലൊക്കേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നുവെന്ന് ജോസ് ചീരാൻകുഴി പരാതിയിൽ പറയുന്നു. ഇതിന്റെ തെളിവുകളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. മുഴുവൻ ലൊക്കേഷനും ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. പ്രിന്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയുടെ വീടിൻ്റെ അകം എല്ലാം കാണിച്ചേക്കുന്ന, പുള്ളി യാത്ര ചെയ്ത ഭാഗങ്ങൾ, ഇതെല്ലാം എൻ്റെ കയ്യിലെ തെളിവ് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ
പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. കേസ് നിയമപരമായി നേരിടാനാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ തീരുമാനം. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും പ്രതികരണം. 12,000 രൂപയാണ് ഈ സാധനത്തിന്റെ വില കാണിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നത് 35,000 രൂപ വിലയുണ്ടെന്നുള്ളത്. കഴിഞ്ഞ 20 വർഷക്കാലം നഗരസഭയിൽ നിന്ന് 100 രൂപ പോലും ഓണറേറിയം വാങ്ങിക്കുകയോ സിറ്റിംഗ് അലവൻസ് വാങ്ങിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. ഈ ഗൂഢാലോചന അവരുടെ പങ്കാളിത്തം കൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ കത്ത് കൊടുത്തത്. അടുത്ത ദിവസം ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് LDF-ലെ പ്രമുഖ കക്ഷികളുടെ കൗൺസിലർമാർ കൊമ്പുകോർക്കുന്നത്. പ്രശ്നം വ്യക്തിപരമാണെന്ന് പറയുമ്പോഴും LDF-നാകെ നാണക്കേടായി. 24 കോട്ടയം. തൃശൂരിൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിനെതിരെ നടപടി. കൺവെൻഷൻ സെന്ററിൽ പരിപാടികൾ നടത്താൻ അനുവദിക്കരുതെന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പോലീസിനോട് ആവശ്യപ്പെട്ടു. 24 ബിഗ് ഇമ്പാക്ട്. ഒരേക്കറോളം ഭൂമി നികത്തി 7,500 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ഇരുനില കൺവെൻഷൻ സെന്റർ നിർമ്മിച്ച കാര്യം പുറത്തു കൊണ്ടുവന്നത് 24. പഞ്ചായത്ത് ഓഫീസിന് 100 മീറ്റർ അകലെ നടന്ന നിയമലംഘനം അറിയില്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. തുടർ വാർത്തകൾക്കൊടുവിലാണ് നടപടിക്ക് തയ്യാറായത്. അനധികൃത കൺവെൻഷൻ സെന്ററിൽ ഒരു തരത്തിലുള്ള പരിപാടിയും അനുവദിക്കില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരിലുള്ള അറിയിപ്പ്. തഹസിൽദാർക്കും പോലീസിനും അറിയിപ്പ് കൈമാറിയിട്ടുണ്ട്. തണ്ണീർത്തടം നികത്തിയാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതെന്ന് ചേലക്കര പഞ്ചായത്ത് സമ്മതിക്കുന്നു. LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് നിർമ്മാണാനുമതി വാങ്ങാതെ നിലം നികത്തി കൺവെൻഷൻ സെന്റർ കെട്ടിപ്പൊക്കിയത്. ചേലക്കര സ്വദേശികളായ തൈക്കാട്ട് വീട്ടിൽ സുരേഷ്, രാജേഷ്, സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഭൂമി. ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലുമില്ലാത്ത കൺവെൻഷൻ സെന്ററിൽ ഇതിനോടകം വിവാഹ ചടങ്ങുകളടക്കം 3 പരിപാടികൾ നടന്നു. 24 തൃശൂർ. കോഴിക്കോട് പയ്യാനക്കലിൽ 5 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ അമ്മയെ കോടതി വെറുതെ വിട്ടു. പ്രതി സമീറ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യത്തിലാണ് പോക്സോ കോടതിയുടെ ഈ ഉത്തരവ്. 2021 ജൂലൈ 7-നാണ് കേസിനാസ്പദമായ സംഭവം. 5 വയസ്സുകാരിയെ മന്ത്രവാദത്തിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. നേരത്തെ തൂവാല കൊണ്ടോ തുണി കൊണ്ടോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ആദ്യം ഒരു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യമായി അന്വേഷണം നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ സ്വന്തം അമ്മയെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കാനുണ്ടായത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ ഇന്ന് വെറുതെ വിട്ടു. 28 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. പന്നിയങ്കര പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. 24 കോഴിക്കോട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.